ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഓയൂർ സെന്റ് തോമസ് മാർത്തോമ യുവന സഖ്യത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന സുഹൃതവചനം എന്ന ധ്യാന പരമ്പരയിൽ ദൈവവചനവുമായി നിൽപ്പാൻ സർവശക്തനായ ദൈവം എന്നെ ഒരുക്കിയ വലിയ കൃപകൾക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. ഇപ്രകാരം ഒരു അവസരം ഒരുക്കിത്തുന്ന ബഹുമാനപ്പെട്ട അച്ഛനോടും യുവജന സഖ്യ സെക്രട്ടറിയോടും ഉള്ള നന്ദിയും സ്നേഹവും ആദ്യമേ ഞാൻ അറിയിക്കട്ടെ. ഇന്ന് അല്പനേരത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയിരിക്കും, ചത്തു എങ്കിലോ വളരെ വിളവുണ്ടാകും. ജീവനേക്കാൾ ജീവന്റെ ദാതാവിനെ ഓർക്കുന്ന നാളുകളാണ് നോമ്പിന്റെ നാളുകൾ. ഇന്നത്തെ ഈ ഡിജിറ്റൽ ലോകത്തിൽ കാഴ്ചകൾ ഏറെ കാണുന്നവരാണ് നാം. എന്നാൽ നോമ്പിന്റെ ദിനങ്ങളിൽ ദൈവത്തെ കണ്ടുകൊണ്ട് അവരെന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ടുള്ള ജീവിതയാത്ര നയിക്കാൻ നമുക്ക് സാധ്യമായി തീരണം. എൻ്റെ നാഴിക വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് മുന്നിൽ കണ്ണുകൊണ്ട് പറയുന്ന വാക്കുകളാണ്. ദൈവം ലോകത്തെ സ്നേഹിച്ചത് കൊണ്ട് തൻ്റെ പുത്രനെ നൽകി. ആ പുത്രൻ നമ്മെ സ്നേഹിച്ചു, തൻ്റെ ജീവനെ കാൽവറിയിൽ നമുക്കായി നൽകി. ഇവിടെ മാനുഷിക തീരുമാനങ്ങളല്ല, തൻ്റെ പിതാവിൻ്റെ ഹിതപ്രകാരം ഒരു ഗോതമ്പ് മണിയായി ക്രിസ്തു തൻ്റെ ജീവനെ പരിത്യജിക്കുന്നു. ഗോതമ്പ് മണി നുറുങ്ങണം, ചാകണം, മണ്ണിനോട് ചേരണം. എങ്കിൽ മാത്രമേ അത് ഒരു ജീവന്റെ അനുഭവം അതിലൂടെ സാധ്യമാകുകയുള്ളൂ. നുറുങ്ങിയാലും മുറിക്കപ്പെട്ടാലും സ്വയം ഇല്ലാതായി തീരുമ്പോഴും ഒരു പുതുജീവൻ ഉണ്ട്, ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്ന് ഒരു പുതുശക്തിയുമുണ്ട്. യഥാർത്ഥമായി ക്രിസ്തുവിനെ കണ്ടെത്തുന്നവരായി തീരുവാൻ സാധ്യമായി തീരുന്ന നാളുകളായി തീരട്ടെ നമ്മുടെ ഈ ജീവിതയാത്ര. യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നു, അവന്റെ അസ്ഥികൾ ഒക്കെയും എണ്ണമായിരുന്നു എന്ന്. എന്നാൽ കുറെ അടികൾ ശരീരത്തിൽ പതിക്കുമ്പോഴും ആ ഭാരമേറിയ ആ ക്രൂശ് ചുമന്നുകൊണ്ടുള്ള യാത്ര അത്രത്തോളം കഠിനമായിരുന്നു, വേദനാജനകമായിരുന്നു. എൻ്റെ നാഥൻ എനിക്ക് വേണ്ടി സഹിച്ച വേദനകൾ മറ്റൊരുവിന് വേണ്ടി തൻ്റെ ജീവനെ ത്യജിക്കുവാൻ ക്രിസ്തുവിനെ അല്ലാതെ മറ്റാർക്കും സാധ്യമല്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നൊരു നാളുകളാണ് ഈ നാളുകൾ. വിത്തുകൾ വിതയ്ക്കുവാനായി നാം പാടത്ത് ഇടുകയാറുണ്ട്. എന്നാൽ അത് മണ്ണിൽ പതിച്ചു അതിൽ പുതിയ നാമ്പുകൾ, പുതിയ ചെടികൾ, പുതിയ ഫലങ്ങൾ, പുതുമരങ്ങൾ നൽകി അതിൻ്റെ ജീവിതത്തിൻ്റെ അതിൻ്റെ ദൗത്യം പൂർത്തീകരിക്കുന്നു. വിത്ത് സൂക്ഷിക്കപ്പെടുമ്പോൾ അത് സാധ്യമല്ല. മണ്ണിൽ ലയിച്ച് ദ്രവിച്ച് മറ്റൊരു അവസ്ഥയിൽ മാറുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതം ഒരു പെയിൻഫുൾ ലൈഫായി മാറുകയുള്ളൂ, അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട്ഫുൾ ലൈഫായി മാറുകയുള്ളൂ. ഏതെങ്കിലും മരം പറുദീസയെ നഷ്ടമാകുമ്പോൾ കാൽവറിയിലെ ആ മരത്തിലൂടെ, ആ മരക്കുരിശിലൂടെ ജീവനെ നേടുവാൻ സ്വയം പരിത്യജിച്ച ജീവിതമാകുന്നു ക്രിസ്തുവിൻ്റേത്. അപ്പ എത്ര നാൾ ഞാൻ ഈ ലോകത്ത് ജീവിച്ചു എന്നുള്ളതല്ല, എൻ്റെ ജീവിതത്തിലൂടെ, എൻ്റെ ചുറ്റുപാടിലൂടെ എന്ത് നൽകുവാൻ സാധിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുന്ന നാളുകളായി ഈ നോമ്പിൻ്റെ നാളുകൾ നമുക്ക് സാധ്യമായി തീരണം. ജീവിതത്തെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ചെറിയ പ്രകാശങ്ങളായി തീരുവാൻ ഒരുക്കണമേ എന്ന് നാഥ നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് നമ്മുടെ ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുകയല്ല, തിന്മശക്തികൾക്ക് നമ്മുടെ സ്വാർത്ഥത, ഞാനെന്ന പാവം ഒരു ബ്രേക്ക് ഇടാം. ഇനി ഞാനല്ല, എന്നിലൂടെ ആ ക്രിസ്തു ജീവിക്കുന്നു എന്ന് നമുക്ക് ഓരോരുത്തർക്കും പറയുവാൻ സാധ്യമായി തീരട്ടെ. എന്നെ കരം പിടിച്ച് നടത്തുന്ന എൻ്റെ അപ്പൻ കൂടെയുള്ളതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ബലം. നാം കടന്നു പോകുന്ന ഏത് മുൾമുടിയുടെ അനുഭവങ്ങളിലും ഒന്നോർക്കണം, നാളെ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. അതിനായി പ്രത്യാശയോടെ നമുക്ക് ജീവിക്കാം. നശ്വരമായ ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ എത്ര കാലം നാം ഈ സഹജീവികൾ ഈ ലോകത്ത് ജീവിച്ചു എന്നുള്ളതല്ല, സഹജീവികളോട് ക്രിസ്തീയ സാക്ഷികളായി തലമുറകൾക്ക് കൈമാറുവാൻ അപ്പ അടിയങ്ങളെ ഒരുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുവിന്റെ പാത്രങ്ങളായി നമ്മുടെ ജീവിതത്തെ നമുക്ക് നയിക്കാം. അതിന് സർവശക്തനായ ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ എന്ന് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ.